ശക്തികളുടെ കടന്നുകയറ്റങ്ങൾക്കെതിരെ, അമേരിക്കൻ ഇംപീരിയലിസത്തിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പായിരുന്നു വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ പ്രസംഗം. ആ പ്രസംഗം ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ നേടുകയുണ്ടായി. പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. കാനഡക്കും ലോകത്തിനും നിർണായകമായ ഒരു ഘട്ടമാണിത്. ലോക ക്രമത്തിലുണ്ടായ വിള്ളലുകളെക്കുറിച്ച്, മനോഹരമായ ഒരു കഥയുടെ അന്ത്യത്തെക്കുറിച്ച്, വൻ ശക്തികൾക്കിടയിലുള്ള രാഷ്ട്രീയം, നിയമങ്ങളില്ലാത്ത ഒന്നായി മാറുന്ന ക്രൂര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാനഡയെപ്പോലെയുള്ള മധ്യനിര ശക്തികൾ കഴിവുകെട്ടവരാണെന്ന് ഞാൻ കരുതുന്നില്ല. മൂല്യാധിഷ്ഠിതമായ പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. കരുത്തു കുറഞ്ഞവരുടെ കരുത്ത് ആരംഭിക്കുന്നത് സത്യസന്ധതയിൽ നിന്നാണ്. വൻ ശക്തികളുടെ മത്സരകാലത്താണ് നാം ജീവിക്കുന്നത്. ശക്തർ തോന്നുംപടി ചെയ്യുന്നു. അതിൻ്റെ ദുരിതമനുഭവിക്കുന്നതോ ദുർബലരും. ഈ അവസ്ഥയിലാണ് ലോകമിന്ന് കടന്നു പോകുന്നത്. രാജ്യാന്തര നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലോകക്രമം ഭാഗികമായി വ്യാജമായിരുന്നു. വൻ ശക്തികൾ സൗകര്യപൂർവ്വം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരുന്നു. വ്യാപാര നിയമങ്ങൾ പലപ്പോഴും പക്ഷപാതപരമായിരുന്നു. എങ്കിലും ആ സംവിധാനത്തിന് ചില ഗുണങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഭിന്നിപ്പിൻ്റെ നടുവിലാണ്. വൻ ശക്തികൾ സാമ്പത്തിക രംഗത്തെ ആയുധമാക്കുന്നു. വ്യാപാര തീരുവകൾ സമ്മർദ്ദ തന്ത്രങ്ങളായും വിതരണ ശൃംഖലകൾ ചൂഷണത്തിൻ്റെ ആയുധമായും മാറുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയവ ദുർബലപ്പെട്ടിരിക്കുന്നു. സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു. എന്നാൽ ഇത് എവിടേക്കാണ് നയിക്കുക എന്നതിൽ നമുക്ക് വ്യക്തമായ ബോധം വേണം. ഒട്ടകെട്ടി സംരക്ഷിക്കപ്പെടുന്ന ലോകം അസ്വസ്ഥവും ദരിദ്രവുമാകും. വൻ ശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ ഉപേക്ഷിച്ചാൽ സഖ്യകക്ഷികൾ അനിശ്ചിതത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ വഴികൾ തേടും. കാനഡയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ചോദ്യം ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നതാണ്. ഉയരമുള്ള മതിലുകൾ പണിയണോ അതോ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യണോ? മധ്യനിര ശക്തികൾ ലോകശക്തികളുമായി ചർച്ച നടത്തുമ്പോൾ അവരുടെ വാദങ്ങൾ ദുർബലമാകുന്നു. നമുക്ക് മുന്നിലുള്ള സാധ്യതകൾ ഇതാണ്. ഒന്നുകിൽ ആനുകൂല്യങ്ങൾക്കായി പരസ്പരം മത്സരിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് സ്വാധീനമുള്ള മറ്റൊരു പാത സൃഷ്ടിക്കുക. മധ്യനിര ശക്തികൾ ഒന്നിച്ചു പ്രവർത്തിക്കണം. ചർച്ച ചെയ്യപ്പെടുന്ന ടേബിളിന് ചുറ്റുമിരിക്കാൻ നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ തീൻമേശയിലെ വിഭവമായി തീരും. നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള രാജ്യാന്തര ക്രമം, വേൾഡ് ഓർഡർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നടിക്കുന്നത് നിർത്തുക. ഇതൊരു വൻകിട മത്സരത്തിൻ്റെ കാലമാണ്. സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും ഒരേ മാനദണ്ഡം ബാധകമാക്കുക. പുതിയ കരാറുകൾ ഉണ്ടാക്കുക. ഞങ്ങൾ ആ പഴയ ബോർഡ് ജനലിൽ നിന്ന് മാറ്റുകയാണ്. പഴയ ലോകക്രമം ഇനി തിരിച്ചു വരില്ല. അതിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. നൊസ്റ്റാൾജിയ ഒരു അതിജീവന തന്ത്രമല്ല. ഈ തകർച്ചയിൽ നിന്ന് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട നീതിയുക്തമായ ക്രമം കെട്ടിപ്പടുക്കാം. കോട്ടകെട്ടി വേർതിരിക്കപ്പെടുന്ന ലോകത്ത് ഏറ്റവും നഷ്ടങ്ങൾ സംഭവിക്കുന്ന മധ്യനിര ശക്തികളായ രാജ്യങ്ങളുടെ ദൗത്യമാണിത്. നാട്യങ്ങൾ അവസാനിപ്പിക്കാനും യാഥാർത്ഥ്യം തിരിച്ചറിയാനും ഞങ്ങൾക്ക് ശേഷിയുണ്ട്. അതാണ് കാനഡയുടെ പാത. ആത്മവിശ്വാസത്തോടെ ഞങ്ങളത് തിരഞ്ഞെടുക്കുന്നു. ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറുള്ള ഏതൊരു രാജ്യത്തിനും ഈ പാത തുറന്നു കിടക്കുന്നു. എൻ ദ കോട്ട്. ഇതാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം. ബൈ ഫോർ നൗ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.